അമ്പൂരിയിലെ കണ്ടംതിട്ട എന്ന ഗ്രാമത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിന്ന ആ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ തലച്ചായ്ക്കാൻ ഒരിടമോ ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ച ദുരിതം ഏതൊരു മലയാളിയുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. രാഷ്ട്രീയം എന്നാൽ വെറും വാക്പോരുകളും ഭരണക്രമങ്ങളും മാത്രമല്ല എന്ന് തെളിയിക്കുന്ന ചില കാഴ്ചകളുണ്ട്. തണലായി മാറേണ്ടവർ കൂടെയില്ലാതെ പോയ നിമിഷം, ആകാശത്തിന് താഴെ തനിച്ചായി പോയ കുട്ടികൾ, അവർക്ക് താങ്ങായി മാറിയ ഒരു വലിയ മനുഷ്യത്വത്തിന്റെ കഥയാണിത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശാലു പേയാട് പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ രമേശ് ചെന്നിത്തലയുടെ ഭാര്യ അനിത ചെന്നിത്തല അറിയുന്നത്. ആ നിമിഷം തന്നെ ആ കുട്ടികൾക്കായി എന്ത് ചെയ്യാനും തയ്യാറാണ് എന്നവർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട വഴി ശാലു പേയാടുമായി ബന്ധപ്പെട്ടതോടെ ആ വലിയ ദൗത്യത്തിന് തുടക്കമായി. കയറിക്കിടക്കാൻ ഒരിടമില്ലാത്ത ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് വെച്ച് നൽകാനുള്ള യത്നത്തിൽ രമേശ് ചെന്നിത്തലയും കുടുംബവും പൂർണ്ണമായി പങ്കാളികളായി. നവംബർ 25-ന് അനിത ചെന്നിത്തലയും കൊച്ചുമകൻ റോഹൻ ചെന്നിത്തലയും ചേർന്നാണ് ഈ സ്വപ്ന ഭവനത്തിന് കല്ലിട്ടത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആ നിർമ്മാണം പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനഘയ്ക്കും അപ്പുവിനും ഇനി അനഘപുരം എന്ന സുരക്ഷിതമായ വീടുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഭാര്യ അനിത രമേശ് ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും നേരിട്ട് മേൽനോട്ടം വഹിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബം ഒന്നടങ്കം ഇത്തരമൊരു കാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് ഏറെ ശ്രദ്ധേയമാണ്. ഈ കുട്ടികൾക്ക് ഇനി പേടിക്കാതെ ഉറങ്ങാൻ ഒരു കൂരയുണ്ട്. കൂട്ടിന് വലിയൊരു മനസ്സിന്റെ തണലുമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16-നായിരുന്നു ആ വീടിന്റെ പാലുകാച്ചൽ. ഇന്ന് ആ 3 കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്ത് സ്വന്തമായ ഒരിടമുണ്ട്. അനാഥത്വത്തിന്റെ കൈപ്പേറിയ നാളുകളിൽ നിന്ന് സനാഥത്വത്തിന്റെ തണലിലേക്ക് അവർ നടന്നു കയറി. രമേശ് ചെന്നിത്തല തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ, ഓരോ ശിശുരോദനത്തിലും കേൾപ്പൂ ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന കവിവാക്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇത്. സഹജീവികളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത്. ഈ 3 കുട്ടികളുടെയും ശോഭനമായ ഭാവിക്ക് വേണ്ടി ഇനിയും ഒപ്പമുണ്ടാകുമെന്നും ഈ സ്നേഹയാത്രയിൽ പങ്കുചേർന്ന ഏവർക്കും നന്ദി എന്നും രമേശ് ചെന്നിത്തല കുറിച്ചു. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്നും നൊമ്പരമുണർത്തുന്ന മറ്റൊരു വാർത്തയും നമ്മൾ കേട്ടിരുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കൃഷ്ണപ്രിയ, അനുപ്രിയ, ശിവപ്രിയ എന്നീ 3 സഹോദരിമാർ. അടച്ചുറപ്പില്ലാത്ത ഒരു കൂരയിൽ കഴിഞ്ഞിരുന്ന ആ പെൺകുട്ടികളുടെ സങ്കടവും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം ചെയർമാനായ മഹാത്മാഗാന്ധി സാംസ്കാരിക സമിതി വൈകാതെ തന്നെ അവർക്കായി 15 ലക്ഷം രൂപയോളം ചെലവിൽ പ്രിയ എന്ന് പേരിട്ട മനോഹരമായ ഒരു വീട് പണിത് നൽകിയിരുന്നു. വാഗ്ദാനങ്ങൾ നൽകുകയല്ല, മറിച്ച് അവ പ്രവൃത്തി പഥത്തിൽ എത്തിക്കുകയാണ് ഇവിടെ കാണുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിന് വലിയ വില കൽപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ്. അനഘയ്ക്കും അപ്പുവിനും മണ്ണന്തലയിലെ സഹോദരിമാർക്കും അവരുടെ പുതിയ വീടുകളിൽ സന്തോഷകരമായ ഒരു ഭാവി ആശംസിക്കുന്നു.